ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴും ചായയുടെ കൂടെയൊക്കെ കുറിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിബൺ പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒന്നാണ്. ഇത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്തതും വറുക്കാത്തതും എടുക്കാം. എന്നിട്ട് നമുക്ക് അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/2 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. പിന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ബട്ടറാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ബട്ടർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ഇതിലോട്ട് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മെൽട്ടായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൽട്ടാക്കിയിട്ടും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. നമ്മളിതിന് മുന്നേ മിക്സറിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടിട്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് 7 ആയിലിട്ടിട്ട് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റും. മാവ് ഭയങ്കര ഹാർഡാകുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത ശേഷം പിന്നെ ഈ 7 ആയിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചില്ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഈ ബബിൾസ് ഒന്ന് കുറഞ്ഞു വരുന്നത് കാണാം. ആ സമയത്ത് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ കുറച്ച് വലിയ പാനിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ചുറ്റിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കളറ് വല്ലാണ്ട് മാറിപ്പോവരുത്. ചെറുതായിട്ടൊന്ന് കളർ മാറി വരികയേ വേണ്ടു. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഓയിൽ നല്ല ചൂടുണ്ട് ഓണം, അധികം ചൂട് ആയിപ്പോവരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ശേഷം പിന്നെ നമുക്ക് ആ ഒരു ഓയിലിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 5-6 തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഈ ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആ പക്കവടയുടെ മേലെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇനി ഈ പക്കവട നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ മിക്സറൊക്കെ പൊടിച്ചതുപോലെ ഒരുപാട് ചെറിയ പീസാക്കിയിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്താൽ തന്നെ ഒന്ന് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് വരും. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിബൺ പക്കവടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, വേറെ എന്തെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക.